നിലവിൽ പുണ്യം പൂത്തു പാലായുടെ മണ്ണിൽ പ്രകാശം പടർന്നു. ഇടയന്റെ സ്നേഹം കുളിരായി പെയ്തു. നൂറ്റാണ്ടിൻ വഴികളിൽ കൃപയായി നിന്നു. പ്രിയ പിതാവേ, നിൻലാളിത്യം ഞങ്ങൾക്കെകുന്നൊരു ഓട്ടിയ പാരം. ദൈവത്തിൻ ദാനമായി പള്ളിക്കാപ്പറമ്പിൽ വാഴട്ടെ സ്നേഹത്തിൻ 100-ാം വസന്തം. വിശ്വാസദീപം കയ്യിലേന്തി നീ രൂപതയെ സ്നേഹത്താൽ ലയിച്ചുവല്ലോ. നൂറാണ്ടുകൾ തന്ന ഈ പുണ്യജന്മം നാടിന്റെ നന്മയ്ക്ക് സാക്ഷ്യമേകുന്നു. വാഴ്ത്തപ്പെട്ട തേവറമ്പിൽ കുഞ്ഞച്ചനുമായിട്ട് എനിക്ക് ആഴമായൊരു ബന്ധമാണുള്ളത്. കുഞ്ഞച്ചൻ എൻ്റെ അമ്മയുടെ ഒരങ്കിളാണ്. എനിക്ക് മാമോദിസ നൽകിയത് ബഹുമാനപ്പെട്ട കുഞ്ഞച്ചനാണ്. അതുകൊണ്ട് ബാല്യകാലം മുതൽ കുഞ്ഞച്ചനുമായി എനിക്ക് ആഴമായൊരു ബന്ധമുണ്ട്. ഞാനെപ്പോഴെല്ലാം രാമൂരത്ത് പോയിരുന്നു, അപ്പോഴെല്ലാം കുഞ്ഞച്ചനെ പോയി കണ്ട് കുഞ്ഞച്ചൻ്റെ ആശീർവാദം വാങ്ങിക്കുമായിരുന്നു. എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് ഞാൻ പോകുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു വിടുമായിരുന്നു, രാമൂരത്ത് തിരികെ പോരുന്നതിന് മുമ്പ് കുഞ്ഞച്ചനെ കണ്ട് ആശീർവാദമെല്ലാം മേടിക്കുന്നത്. അങ്ങനെ പലതവണയായ കുഞ്ഞച്ചൻ ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞച്ചൻ്റെ ആശീർവാദം വാങ്ങിക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. കുഞ്ഞച്ചൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ കാർമ്മികത്വം വഹിക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതുപോലെ തന്നെ കുഞ്ഞച്ചൻ്റെ നാമകരണ പരിപാടികളിൽ പലതിലും പങ്കെടുക്കുവാൻ സാധിച്ചു. 2006 രാമൂരത്ത് വെച്ച് കുഞ്ഞച്ചനെ വാഴ്ത്തപ്പെടാൻ പ്രഖ്യാപിച്ച അവസരത്തിൽ ഞാൻ സന്നിഹിതനായിരുന്നു. അങ്ങനെ പലതരത്തിലും കുഞ്ഞച്ചനുമായി ഞാൻ ബന്ധപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഞാൻ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് കുഞ്ഞച്ചനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനായിട്ട്, ഒരു നല്ല വൈദികനായിട്ട് മെത്രാനായി ജീവിക്കുന്നതിനായിട്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്.